ഹായ്. അപ്പം നമ്മളെല്ലാവരും റെഡിയായി ഇനി ഇറങ്ങണം. ഇതന്ന് വെക്കേറ്റ് ചെയ്യാണ് റൂം. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് ലേറ്റാണ് കേട്ടോ. ചെറിയൊരു ഓഫീസിലെ അർജൻസിയൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി മോർണിംഗ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ട് നമ്മൾ. സോ നമ്മൾ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ശരവണ ഭവനിൽ നിന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലോട്ട് വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങും. എല്ലാവരും റെഡി ഇറങ്ങിയിട്ടുണ്ട്. പപ്പ നേരത്തെ പോയി ഫുഡൊക്കെ കഴിച്ചായിരുന്നു, അതുകൊണ്ട് പപ്പ വന്നിട്ടില്ല. നമ്മൾ മൂന്നുപേരും മാത്രമേ ഉള്ളൂ, പിന്നെ ഹേനുവും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇന്നലെ നൈറ്റ് നമ്മൾ പുറത്ത് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയായിരുന്നു. വെള്ളം മേടിക്കാനായിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് കേരള രജിസ്ട്രേഷൻ്റെ ഒത്തിരി വണ്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി വെഹിക്കിൾസ് ഇന്നലെ വരുന്നുണ്ടായിരുന്നു. ഇന്നിവിടെ ഈ ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലും ഒരുപാട് കേരള രജിസ്ട്രേഷൻ്റെ വണ്ടികൾ കിടപ്പുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഹേനു ബേബി ഇവിടെ തളർന്നിരിപ്പുണ്ട്. ഹേനു ബേബി ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ പാഴ്സൽ മേടിച്ചിട്ടുണ്ട് ഹേനു ബേബിക്ക്. അപ്പോൾ ഇനി ഈ ഫുഡ് റൂമിൽ വെച്ച് കൊടുത്തിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഇന്നലെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്ന സമയത്ത് കയറാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് കയറാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഹോട്ടലിലോട്ട് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇറങ്ങുകയാണ്. സാധനങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മളിതാ ഇറങ്ങുമല്ലേ. ബൈ ബൈ. എല്ലാം ഫൈനൽ ഒരു ചെക്കിങ് നടത്താണ് ചേ. എല്ലാം എടുത്തിട്ടുണ്ടോ എന്നുള്ളത്. വാഷ്റൂമിൻ്റെ വേറെ ഒന്നുമില്ല, എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാം. അപ്പോൾ ഈ റൂമിനോട് ഗുഡ് ബൈ പറയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇപ്പോൾ തന്നെ 10:30 ആയിട്ടുണ്ട്. സോ നമുക്കിനി അറൗണ്ട് ഒരു 10 മണിക്കൂർ വരെ ട്രാവൽ വരും. 9 hours 57 minutes കാണിക്കുന്നത് ഇപ്പോൾ തന്നെ. സോ നമ്മൾ വന്ന വഴിയല്ല പോകുന്നത്, നമ്മൾ തഞ്ചാവൂർ വഴി ഫുൾ ഹൈവേ കയറിയാണ് പോകുന്നത്. കാരണം വന്ന വഴി അത്ര ഓക്കെ ആയില്ലായിരുന്നു, ഇങ്ങോട്ടൊക്കെ റോഡ് വളരെ മോശമായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്ത് ഈ ഒരു റൂട്ട് പിടിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇപ്പോൾ തന്നെ ഇതിൽ ഡയറക്റ്റ് ഇത് ഒരു 65 kilometer കൂടുതലാണ് നമ്മുടെ നോർമൽ റൂട്ടിനെക്കാട്ടിലും. സോ അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ തന്നെ നൈറ്റ് 8:30 എത്തുമെന്നാണ് കാണിക്കുന്നത്. സോ നമ്മളിനി ഉച്ചയ്ക്ക് ലഞ്ചിന് ഇറങ്ങുന്നത് അതിലെല്ലാം പോകുമ്പോൾ വീണ്ടും ലേറ്റ് ആവും. സോ അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളിവിടെ നിന്ന് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് ഓൺ ദ വേയിൽ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നമ്മൾ നെക്സ്റ്റ് തഞ്ചാവൂർ റൂട്ടാണ് പോകുന്നത്. നമ്മൾ തഞ്ചാവൂർ എത്തിയിട്ട് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ഹൈവേ കട്ട് ചെയ്ത് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇതാണ് MGM വേളാങ്കണ്ണി റെസിഡൻസ്. ഈ ഹൈവേ റോഡിലാണ്. സുനാമി വന്നപ്പോൾ ഒത്തിരി പേര് മരണപ്പെട്ടില്ലേ, അവരെല്ലാം കൂടെ അടക്കം ചെയ്ത സ്ഥലമാണ്. ഈ ശ്മശാനത്താണോ അത്? ബ്ലാക്ക് സുനാമി കഴിഞ്ഞ പിറ്റേ വർഷം പള്ളിയിൽ വന്നപ്പോഴും ഇവിടെ ഹർത്താല. അന്ന് ആചാരമായിരുന്നു, ഇവിടെ ദുഃഖാചാരം. അന്ന് ഹോട്ടലൊക്കെ അടപ്പായിരുന്നു. അപ്പൊ നിങ്ങൾ എങ്ങനെ ഫുഡ് കഴിച്ച്? ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു, അറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള. പകുതി പൊക്കി വെച്ചിട്ടാണ് നമുക്ക് അകത്ത് കയറ്റി ഫുഡ് തന്നത്. തഞ്ചാവൂർ റൂട്ട് വന്നപ്പോൾ ഫസ്റ്റ് ടോൾ പ്ലാസയാണിത്, കോവിൽ വെണ്ണി ടോൾ പ്ലാസ. പക്ഷേ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ടോൾ. നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ടോളാണിത്. നല്ല തിരക്കുണ്ട് അല്ലേ, നല്ല തിരക്കല്ലേ. നമ്മൾ കയറിയ ടോളുകളിലൊന്നും ഇത്രയും തിരക്ക് കണ്ടില്ല അല്ലേ, ഒരു ടോളിൽ പോലും. നല്ല തിരക്ക്. തഞ്ചാവൂർ എക്സ്പ്രസ് വേ.
ലാസ്റ്റ് പൊട്ടെ 80 രൂപ എടുത്തു. 80 രൂപ എടുത്തു ഗൈസ്. അത് ശരിയാണ് കേട്ടോ. നമ്മള് തൃച്ചി എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിനി ഫുഡ് കഴിക്കണം. ഇപ്പൊ തന്നെ 1:30 ആയി. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോട്ടല് നോക്കാണ് നമ്മള്. അപ്പം നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെ നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ നോൺ വെജ് അന്വേഷിച്ചാണ് ഇവിടെ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ 2-3 കടകൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം വെജിറ്റേറിയൻ ഹോട്ടലുകളായതുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ല. ധനര് റെസ്റ്റോറൻറ്റ് ആൻഡ് ടീ പാർക്ക്. അതിവിടെ വെച്ചാൽ ഈ സ്ഥലമാണ്. സാമ്പാർ കൂടെ സാപ്പിടും. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും തിരിച്ച് വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. പുറത്ത് സഹിക്കാൻ പറ്റാത്ത ചൂടുണ്ട്. ഇച്ചായൻ അവിടെ ചെയറിലിരിക്കുന്നു എന്നാണ് ഹെയ്ന് പറഞ്ഞത്. എന്തോ അത്യാവശ്യമായിട്ട് കോള് വന്നതുകൊണ്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നതാണ്. നമ്മൾ കഴിച്ചത് എല്ലാവരും റൈസ് തന്നെ പറഞ്ഞത്. റൈസും പിന്നെ അഡീഷണൽ ആയിട്ട് മേടിച്ചത് ചെട്ടനാട് ചിക്കൻ കറിയും പെപ്പർ ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് വെച്ചിട്ട് കഴിച്ചത്. ടേസ്റ്റ് വലിയ മോശമൊന്നുമില്ല. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് മധുരൈ റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ. മധുരൈ കയറത്തില്ല. എത്ര കിലോമീറ്റർ ബൈപ്പാസ് കയറി അങ്ങ് പോകും. ഇനിയും കിലോമീറ്റർ ഇന്ന് കവർ ആയിട്ടില്ല. ഇന്ന് രാവിലെ ഇറങ്ങിയതിനു ശേഷം ഇതുവരെ 166 കിലോമീറ്റർ ആയതേ ഉള്ളൂ. കിലോമീറ്റർ ആയിട്ടില്ല. ഓക്കെ. അടുത്ത വീണ്ടും ടോൾ വന്നിട്ടുണ്ട്. ടോളിന്റെ പേര് അറിയില്ല. എനിക്കറിയത്തില്ല. വണ്ടി അങ്ങോട്ട് പോകും, ബാക്കിലോട്ട് ഓക്കെ. അടുത്ത ടോൾ എത്തിയിട്ടുണ്ട്. ടോൾ ഉണ്ടോ ഇല്ലേന്ന് പോലും മനസ്സിലാവാത്ത രീതിയിലായിരുന്നു. സാധാരണ ഗ്രീൻ ലൈറ്റ് കത്തത്തില്ലേ? ഒന്നും മനസ്സിലായില്ല ഞങ്ങക്ക്. അവിടെ ഇല്ല. ഏതായാലും വന്നു. ഇവിടെ ഒരു പെട്രോൾ പമ്പിന്റെ സൈഡാണ് കേട്ടോ ഇത്. ആക്ച്വലി ഞങ്ങളിവിടെ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി കയറിയതാ. പക്ഷെ ഭയങ്കര സൗകര്യം കേട്ടോ ഇരിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പം ഞങ്ങളൊരു 2 മിനിറ്റ് ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒരു മരത്തണല് ഞങ്ങളിവിടെ കയറി ഇരുന്നായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തെ കോഫി ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് പപ്പ. അപ്പോൾ നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. പണ്ട് ഇവിടെ വേറെ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടായിരുന്ന പോലെ തോന്നുന്നുണ്ട്. ഇപ്പം പക്ഷെ വേറെ ഒന്നും കാണുന്നില്ല. ഓ, നല്ല കിടിലം ഒരു കോഫി ഷോപ്പിൻ്റെ അനുഭൂതി കിട്ടിയിട്ടുണ്ട്.
സെൽഫ് സർവീസ് ആണോ? നൈസ്. സമൂസ, പപ്സ്, മഷ്റൂം പപ്സ് ഒക്കെ കഴിക്കുകയാണ് ബേബി. ഐസ്ക്രീം ഒക്കെ മേടിച്ചിട്ടുണ്ട്, അപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് കഴിക്കണേ? ഐസ്ക്രീം. അപ്പം നമ്മൾ ഹെയ്നി ബേബി ഇത് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം കഴിക്കുന്നു. മമ്മ ഒരു മഷ്റൂം പപ്സ് മേടിച്ചു. ബാക്കി എല്ലാവരും ചായ മേടിച്ചു. വേറെ ആർക്കും വേറെ കടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. രമ്യാണ് ഇവിടുത്തെ വെയിറ്റർ ഇത് ചായയൊക്കെ ആയിട്ട് വരുന്നു. സെൽഫ് സർവീസാണ് ഇവിടെ. അതുപോലെ നമ്മൾ മാപ്പ് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പോകാൻ ഇപ്പോൾ ഈ പോയിന്റിലാണ് നമ്മുടെ വീട് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്കിനി പോകാനായിട്ട് ഈ കാണുന്ന ഹോം ആണ് നമുക്ക് പോകേണ്ട ലൊക്കേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ പകുതി ദൂരം ആയതേ ഉള്ളൂ. ഇനിയും നമുക്ക് കിലോമീറ്റർ കവർ ചെയ്യാൻ കിടപ്പുണ്ട്. ഇപ്പം തന്നെ സമയം എത്ര മണിയായി? 4:15. ഇനിയും ദൂരം കവർ ചെയ്യാനായിട്ടുണ്ട്. എങ്ങനെയുണ്ട് രമ്മൂട്ടി? നല്ല മഴയുണ്ട് ഗൈസ്, നല്ല മഴ, ഒന്നും കാണാൻ പറ്റാത്ത മഴയായിരുന്നു. കന്യാകുമാരി വട്ടം ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡ്. മഴയൊക്കെ ചുമ്മാ കളിക്കാനുണ്ട്. മഴത്താണല്ലോ ഫാസ്റ്റിലായി. നല്ല രീതിയിലുള്ള മഴ ഉണ്ട്. അപ്പോൾ അവിടെ എവിടെയായിട്ട് വെള്ളം കെട്ടുമുണ്ട്. ഇടിവെട്ട് കിട്ടിയ അമ്മാതിരി ഇടിവെട്ടും മിന്നലുമാണ്. അപ്പോൾ ഇനി 3.5 മണിക്കൂർ ട്രാവലൂടെ നമ്മൾ ഏകദേശം തിരുനെൽവേലി എത്താറായി. ഇനി 175 കിലോമീറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ഭാരത് പെട്രോളിയത്തിൽ പെട്രോൾ അടിക്കാനായിട്ട് കയറിയതാണ്. ഇനി നെക്സ്റ്റ് നമ്മളിപ്പോൾ കാണിക്കുന്ന 10 മണിയാകുമ്പോൾ റീച്ച് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മളിനി ഫുഡ് ഇവിടെ കഴിയുമ്പോൾ എങ്ങനെ പോയാലും വീണ്ടും 1 മണിക്കൂറുടെ ഡിലേ വരും. പിന്നെ ഇതിനിടയിൽ നല്ല മഴയായിരുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി സ്ലോ ആയി. നമുക്ക് കറക്റ്റ് ആ ഒരു ടൈമിങ്ങിൽ എത്താൻ പറ്റിയില്ല ഇങ്ങോട്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് ബാക്കി ജേണി കണ്ടിന്യൂ ചെയ്യാം. സലൈപുതൂർ മധുരൈ ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡ്. സലൈപുതൂർ ടോൾ പ്ലാസ. ഇനിയുണ്ട് കിലോമീറ്റർ. കാർ പാർക്കിംഗ് എല്ലാ സൗകര്യങ്ങളുണ്ട്. അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. രൺദേവ് ബാക്സ് ആൻഡ് റെസ്റ്റോറൻറ്റ്. ഹേണി ബേബി ഇതാ അവൻ്റെ ഇഷ്ടപ്പെട്ട തട്ടിലൊരു നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി അകത്തോട്ട് പോവാണ്. ഓർഡറിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇരിക്കുവാണ്.
എന്തൊക്കെയാ പറഞ്ഞ? ഫുഡ് എന്തൊക്കെയാ പറഞ്ഞേ? അത് വരുമ്പം കാണിക്കും, പറയാൻ വയ്യ. ഓ ഹെയ്നും അങ്ങനെ നൈറ്റ് സ്യൂട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി ഉറങ്ങിയാൽ മാത്രം മതി അവന്. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 hours ഉണ്ടല്ലേ, 2 hours പ്ലസ് ഉണ്ട്. 93 കിലോമീറ്റർ ഉണ്ട് നമുക്കിനി ഓടിയെത്താൻ. നമ്മൾ ഏകദേശം ഒരു 10:51 എത്തുന്നത്. 11 മണി കാൽക്കുലേറ്റ് ചെയ്യാം. 11 മണിയാകുമ്പം എത്തുമെന്നാണ് കാണിക്കുന്നത്. റോഡ് തിരക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്താം 11 മണിയാകുമ്പോൾ. നമ്മളിപ്പോൾ നാഗർകോവിൽ ബൈപ്പാസിൽ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ദൈവസഹായ പിള്ള മൗണ്ടിലേക്ക് പോകുന്ന റോഡെന്ന് പറയുന്നത് ഇവിടെ നിന്ന് റൈറ്റ് അല്ല, സോറി, ലെഫ്റ്റ് എടുത്ത് പോകുന്നതാണ്. ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ദേവസഹായം പിള്ള മൗണ്ടിലേക്ക് പോകാൻ പറ്റും. അത് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നോക്കി അങ്ങ് പോയാൽ മതി. സ്ട്രെയിറ്റ് പോകുന്ന നേരെ മൗണ്ടിലേക്കുള്ള റോഡാണ്. അവിടെ പോയി കാണണം കേട്ടോ എല്ലാവരും. കാരണം ഞങ്ങൾ ഒരിക്കൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുള്ളതാണ് കേട്ടോ. ഒരു രാവിലെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഒരു 2 hours നമുക്ക് കൊണ്ട് ഫുള്ള് കറങ്ങി കാണാനും കാര്യങ്ങളൊക്കെ പറ്റും. അപ്പം രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉച്ചയാവുന്നതിന് മുന്നേ തന്നെ കവർ ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം നമ്മൾ ലാസ്റ്റ് പെട്രോൾ അടിക്കുന്നതാണ്. ഇനി പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് നാഗർകോവിൽ കിംസ് ഹെൽത്തിന്റെ ഹോസ്പിറ്റലിൽ കാണാൻ പറ്റുന്നുണ്ട്. അതേ നോക്കി, അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലല്ലേ ഒരു നല്ല ഏരിയ എടുത്തിട്ടുണ്ട്. അതാണ് ബാക്കിലോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മളന്ന് രാവിലെ വ്യക്തമല്ല, നമ്മൾ ഇങ്ങനെയല്ലേ പോയത്. അപ്പോൾ ഇത് വ്യൂ കറക്റ്റ് അല്ലായിരുന്നു. ക്യാമറ നേരെ കാണാൻ എനിക്കറിയില്ല. റോഡും നല്ല ഗട്ടർ ആയതുകൊണ്ട് തന്നെ നല്ല ഷേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതും അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പത്തിൽ അതേ കളർ തന്നെയാണ് കേട്ടോ. കളർ കോമ്പിനേഷൻ ആ റെഡ് വൈറ്റ്, ഒരു ബ്രാൻഡിങ് ഇവർ മാറ്റിയിട്ടില്ല. ഇവിടെ ഒരു ആരോ ഇട്ടിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുവഴിയാ വഴി. ഈ ഇടയ്ക്കാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അതാ ഒരു മലയാളം കണ്ടേ, മലയാളം ബോർഡ്. അങ്ങനെ നീണ്ട 9 മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കളിയിക്കവിള എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ സ്വന്തം ബൈപ്പാസിലോട്ട് കയറിയിരിക്കുകയാണ്. ഇനി ഏതാനും നിമിഷങ്ങൾക്ക് നമുക്ക് വീട്ടിലെത്താവുന്നതാണ്. ഇനി ജസ്റ്റ് നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 11 കിലോമീറ്റർ ഉള്ള വീട്ടിലോട്ട്. അപ്പോൾ ഇത് കഴക്കൂട്ടം കാരോട് ബൈപ്പാസാണ്. അപ്പോൾ നമ്മുടെ വീട് വഴിയാണ് പോകുന്നത്. നമ്മുടെ സ്ഥിരം റൂട്ടാണല്ലോ. വന്ന ആ സെയിം വഴി തന്നെയാണ്. അതെ അതെ അതെ. ഏതായാലും ഇരുട്ടത്താരും ഇല്ല. അതെ അതെ. ജഗദീഷ് പറയുന്നതിലൂടെയൊക്കെ വിജനമ്പിച്ച് കിടക്കും. അപ്പൊ നമ്മള് കൈവവിളയെന്ന് കാഞ്ഞിരംകുളത്തോട്ട് പോകുന്ന റോഡ് തിരിയുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ അപ്പോഴത്തേക്ക് നമ്മുടെ വീടെത്തും. അപ്പോൾ
നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.